ഇതിന്റെ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ പുതിയ ചിത്രമായ ബബ്ബബേന്റെ ട്രെയിലർ ഇറങ്ങി. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പൊ ഈ സിനിമേനെയും ഉപരോധിക്കണം, സിനിമയ്ക്കെതിരെയും കടന്നാക്രമണങ്ങൾ വളരെ വലിയ രീതിയിൽ നടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? കാരണം അതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് കെ ഷാഹിന എന്ന് പറയുന്ന വലിയൊരു ഫെമിനിസ്റ്റ് ഉണ്ട്. അവരിട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. വിമർശിക്കാനോ തെറി വിളിക്കാനോ ആയിട്ട് പോലും ആ സിനിമയുടെ പേര് പറയുകയോ പോസ്റ്റർ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. പ്രൊമോഷൻ പോസ്റ്റുകളിൽ പോയി തെറി വിളിക്കുകയും ചെയ്യരുത്. അവഗണന, സമ്പൂർണ്ണ അവഗണന, അതാണ് വേണ്ടത്. ഏകദേശം ഒരു ഇന്നലെ വൈകിട്ട് കണ്ടിട്ട പോസ്റ്റാണ്. അതുപോലെ തന്നെ സമാനമായ വേറൊരു സാധനം കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചിത്രത്തില് മോഹൻലാലിനെ യൂസ് ചെയ്ത് അങ്ങനെയെങ്കിലും ഒന്ന് ബോക്സ് ഓഫീസ് സീറ്റ് അടിക്കാൻ വേണ്ടി നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ. അതെ 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 ഈ രാജ്യത്തെ നിയമത്തിന് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ച് അവർക്ക് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കപ്പെടണം. അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ദിലീപിനെതിരെ ഉള്ള പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഉള്ള ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതൊരു അപ്പീൽ പോയി അല്ലെങ്കിൽ അപ്പർ കോടതിയിൽ നിന്ന് ഒരു മേൽക്കോടതിയിൽ നിന്ന് ദിലീപിനെ ഇതിനകത്തൊക്കെ വീണ്ടും പ്രതിയായി ചേർത്ത് ദിലീപിനെ ശിക്ഷിക്കുന്നത് വരെ ദിലീപ് ഫ്രീ ആണ്. ദിലീപ് ഫ്രീ ആണ്. ഇനി ഇപ്പം നാളെ മേൽക്കോടതിയിൽ പോയി ദിലീപിനെ ശിക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ദിലീപ് ഇതിനകത്ത് കുറ്റവാളിയായിരുന്നു, അതിനകത്ത് ഈ വിചാരണ കോടതി ട്രയൽ കോർട്ടിന് അത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പറയാം. പക്ഷെ നിലവിൽ ദിലീപ് അതിൻ്റെ അകത്ത് പ്രതിയല്ല. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. 12-ാം തീയതിയെ സംബന്ധിച്ചുള്ള വിധിയുടെ കൂടുതലായിട്ടുള്ള പകർപ്പ് നമ്മുടെ കയ്യിൽ കിട്ടും. ആ സംബന്ധിച്ച് ദിലീപിനെ എന്തുകൊണ്ട് ഇതിനകത്ത് പ്രതിയല്ല എന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് വ്യക്തമാവും. ആ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പം ബബ്ബ 18-ാം തീയതി വരാൻ പോവാണ്, റിലീസിന് വരാൻ പോവാണ്. അപ്പം ഇങ്ങനെ ഇത് കാണുന്ന സമയത്ത് ഞാൻ സാധാരണ ഈ റിലീസുള്ള ദിവസങ്ങളൊന്നും തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ ചിത്രം കാണുന്ന വ്യക്തിയൊന്നുമല്ല. ഇത് കാണുന്ന സമയത്ത് ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താ പറയുമോ, ഈ ദിലീപിൻ്റെ രാമലീല ഞാൻ ഇറങ്ങിയ ദിവസം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അരുൺ ഗോപി നമ്മുടെ സുഹൃത്തായതുകൊണ്ട് പോയി കണ്ടതായിരുന്നു. അപ്പോൾ ഈ പടവും അതേപോലെ തന്നെ പോയി കാണും എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ദിലീപിനെ കുറ്റവാളിയല്ല, അദ്ദേഹം ഫ്രീ ആണ് എന്ന് കോടതി വിധിച്ചിട്ടും അദ്ദേഹത്തിന് വീണ്ടും വേട്ടയാടുന്നത് എന്തിനാണ്? എന്നാൽ പിന്നെ ഈ വേട്ടയാടലും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള മേൽക്കോടതിയിൽ പോവുക എന്ന രീതിയിലേ വേണ്ടത്, അല്ലേ? മേൽക്കോടതിയിൽ എത്രയും പെട്ടെന്ന് പോവുക. ഇത് സംബന്ധിച്ച് മേൽക്കോടതി നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് കേസുകളുണ്ട്. ഒരുപാട് കേസുകൾ, കൊലപാതക കേസുകൾ ഉൾപ്പെട്ടുള്ള നിരവധി പീഡന കേസുകൾ. ഈ കേസുകളിനകത്തൊക്കെ അതിൻ്റെ അകത്ത് പ്രതിക്ക് ഉദ്ദേശിച്ച ശിക്ഷ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രതിയാണെന്ന് ഒരാൾ കരുതുന്ന വ്യക്തിക്ക് ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ കുറ്റമുക്തനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാറാണ് പതിവ്. മേൽക്കോടതിയിൽ പോയിട്ട് വീണ്ടും ശിക്ഷിച്ച ഒരുപാട് കേസുകളുണ്ട്. ഇപ്പം ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ അകത്ത് അതിനാണെങ്കിൽ വിചാരണ കോടതി അതിൻ്റെ അകത്ത് ജ്യോതി ബാബുവിനെ കുറ്റമുക്തനാക്കിയതാണ്. അത് മേൽക്കോടതിയിൽ വന്നതിന് ശേഷമാണ് ജ്യോതി ബാബുവിനെ വീണ്ടും ഇതിൻ്റെ അകത്ത് ക്രൈമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും മേൽക്കോടതിയിൽ പോയി ഇതിൻ്റെ അകത്ത് വിചാരണ നടന്ന ദിലീപ് കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കപ്പെടുന്നവരെ ആ മനുഷ്യൻ എന്തായാലും ഫ്രീ ആണ്. ആ പരിഗണന അദ്ദേഹത്തിന് കൊടുക്കണം. ഇതിനകത്ത് പ്രതിയാണ് എന്ന് അദ്ദേഹത്തെ ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ 8 വർഷം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അദ്ദേഹം ഈ കേസ് നടത്താൻ വേണ്ടി ഒട്ടേറെ പൈസ ചിലവായിട്ടുണ്ട്. പൈസയ്ക്ക് അപ്പുറത്തായിട്ട് അദ്ദേഹത്തിന് ഫേം, അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള പടങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയിട്ടുള്ള സംഘം, ആ സംഘത്തിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള PR-ന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നിരവധിയായിട്ട് പണം മുടക്കേണ്ട വന്നിട്ടുണ്ടാവും അദ്ദേഹത്തിന്. ആ പണം അദ്ദേഹത്തിന്, അതായത് അദ്ദേഹത്തിൻ്റെ ഈ കേസ് വരുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് ആസ്തി എത്രയാണ്, ഇപ്പോഴത്തെ ആസ്തി എത്രയാണ്, ആ ആസ്തിക്ക് ഇടയിൽ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ള പടങ്ങൾ എത്രയാണ്, അദ്ദേഹത്തിന് ഇതിനുവേണ്ടി ചിലവാക്കിയ തുക എത്രയാണ്, ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. എനിക്ക് കഴിഞ്ഞ ഈ 8 വർഷം കൊണ്ട് 500 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടത്തിന് ഉത്തരവാദി ഈ പറയുന്ന ഇതിനകത്ത് ദിലീപ് പറയപ്പെടുന്ന അല്ലെങ്കിൽ ദിലീപ് പറയാൻ സാധ്യതയുള്ള ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന മഞ്ജുവാരൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതി തെളിയിക്കപ്പെടണ്ടേ? വേണ്ടേ? ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് ദിലീപ് ഇതിൻ്റെ അകത്ത് കുറ്റവാളി അല്ല എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ദിലീപ് അന്ന് ആ ഘട്ടത്തിൽ തന്നെ പോലീസിനെ മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ച ഘട്ടത്തിൽ ഒരു മുൻകൂർ ജാമ്യം പോലും എടുക്കാതെ ദിലീപ് അവിടെ ചെന്ന് കയറാൻ വേണ്ടി കാണിച്ചുള്ള ധൈര്യമാണ്.
അതായത് താൻ കൊടുത്തിട്ടുള്ള തന്നെ ഈ പൾസർ സുനി ഈ സ്റ്റേഷനിൽ നിന്ന് സോറി മറ്റേ ജയിലിൽ നിന്ന് കത്തയച്ചും അല്ലെങ്കിൽ തൻ്റെ അപ്പുണ്ണി എന്ന് പറയുന്ന ഡ്രൈവറെയും വിളിച്ച് ഈ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്താനും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് DGPക്ക് അന്നത്തെ ലോക്നാഥ് ബെഹ്റയ്ക്ക് അയച്ചിട്ടുള്ള കത്തുകൾ, ഇമെയിൽ പരാതികൾ, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ടുള്ള 4 ഫോൺ കോളുകൾ, ഇതെല്ലാം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ കൊടുത്ത പരാതിയിനുള്ളിൽ തന്നെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് അദ്ദേഹം പോയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഈ കേസിനെ ഈ തരത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ പുറത്തിറക്കി അല്ലെങ്കിൽ കേസ് വരുന്ന ഘട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കാറുണ്ടല്ലോ. കൊടുക്കത്തില്ലേ? തീർച്ചയായിട്ടും ഈ ദിലീപൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം എവിടത്തൊക്കെ മാറി നിന്നിട്ട് ഈ കേസ് കഴിയുന്ന സമയത്ത് വരാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നല്ലോ. നേരെ പോയി അങ്ങോട്ട് വിളിച്ചപാട് തന്നെ പോയി ഇത് അങ്ങോട്ട് പോയി കീഴടങ്ങേണ്ട അല്ലെങ്കിൽ പിന്നെ പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ദിലീപിന് എന്തായാലും കേരളത്തിലോ അല്ലെ മറ്റേതെങ്കിലും രാജ്യത്തോ പോയിട്ട് ഇവിടുത്തെ പോലീസ് സംഘം അന്വേഷിച്ച് കണ്ടെത്തി ടവർ ലൊക്കേഷൻ എടുത്ത് പോയി അവിടെ നിന്ന് വിദഗ്ധമായിട്ട് ഒരു ഏറ്റുമുട്ടലൊക്കെ നടത്തി, ഒരു ബോളിവുഡ് ചിത്രം പോലെ തന്നെ ഏറ്റുമുട്ടൽ നടത്തി അങ്ങനെ പിടികൂടിയൊന്നും അല്ലല്ലോ എന്തായാലും. അതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ ഒരു കാര്യം അത് തന്നെയാണ്. മാത്രമല്ല ദിലീപിനെതിരെ പറയുന്ന തെളിവുകൾ എന്ന വളരെ ശുഷ്കമായിട്ട് തെളിവല്ലേ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. വളരെ ശുഷ്കമായിട്ടുള്ള തെളിവുകളല്ലേ ദിലീപിനെതിരെ ഉള്ളൂ. ഒന്ന് ഈ പറയുന്ന ഈ പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്ത് എന്ന് പറയുന്നത്. എൻ്റെ അറിയുമ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ജയിലിൽ കിടന്നിട്ടുള്ളവരുണ്ട്. രാഷ്ട്രീയ കേസുകൾ കേട്ടോ, മറ്റു കേസുകളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ കേസിൽ കിടന്നിട്ടുള്ള അവരുടെ എല്ലാം ഞാൻ പലപ്പോഴും പല ആൾക്കാരോട് ചോദിക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ കത്തെഴുതാൻ നമുക്ക് കത്തെഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള പേനയും പേപ്പറും ഉൾപ്പെടെ അവിടുന്ന് ജയിലിലെ ഈ ഓഫീസർമാർ തരും. ഓഫീസർമാർ തന്ന ആ പേനയും പേപ്പറും അതിനകത്ത് ആ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും എഴുതി നമുക്ക് രഹസ്യമായി കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്, മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഈ സാധനം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള പൾസർ സുനിക്ക് അറിയില്ലേ? ഹാബിച്വൽ ഒഫൻഡർ അല്ലേ പൾസർ സുനി? നിരന്തരമായി കേസുകളിൽ പെടുന്ന വ്യക്തിയല്ലേ. പൾസർ സുനിക്കെതിരെ എത്ര കേസുകളുണ്ട്? എത്ര കേസുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കേസുകൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയ ഒരു 10-15 കേസുകളെങ്കിലും പൾസർ സുനിക്ക് എതിരെ ഉണ്ട്. എത്രയോ ദിവസങ്ങൾ അയാൾ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനൽ അല്ലേ. ബൈക്ക് മോഷണ കേസുകൾ, ബ്ലാക്ക് മെയിലിംഗ് കേസുകൾ, മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, അങ്ങനെയായിട്ടുള്ള എത്ര കേസുകളിനകത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്നിട്ടുള്ള ഒരു വ്യക്തി അവിടെ നിന്ന് ഈ പേപ്പർ, അതും അവിടെ നിന്ന് സീലടിച്ച് പേപ്പറാ തരുക ജയിലിൽ നിന്ന്. ആ സീലടിച്ച പേപ്പറിനൊക്കെ എണ്ണമുണ്ട്, അതിനെ എടുക്കുന്നതിനും ഇതിനൊക്കെ കണക്കുണ്ട്. ആ പേപ്പർ എടുത്ത് അതിനകത്തേക്ക് ഈ കാര്യങ്ങൾ എഴുതി അവിടെ നിന്ന് ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ അത് മോണിറ്റർ ചെയ്യാണ്ട് പുറത്ത് പോകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ പൾസർ സുനി ഇത് എഴുതിയത് അല്ലേ? അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ആശീർവാദത്തോടു കൂടി തന്നെയല്ലേ എഴുതിയിട്ടുണ്ടാവുക? അങ്ങനെ എഴുതിയിട്ടുണ്ടാകാൻ വഴിയുള്ളൂ. മാത്രമല്ല ജയിലിലെ ഒരു കോയിൻ ബോക്സ് ഉണ്ട്. അവിടെ കോയിൻ ബോക്സിൽ ഫോൺ വിളിക്കാം. ആ കോളുകൾ പോലും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ കോളുകളും. കോയിൻസ് അവിടെ ആവശ്യമെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻസ് കിട്ടും. കാരണം നമ്മളവിടെ പണിയെടുക്കുന്നതൊക്കെ ഉണ്ട്, അവിടുത്തെ ദിവസവേതനമൊക്കെ ഉണ്ട് അവിടെ ഓരോ പണിയെടുക്കുന്നതനുസരിച്ച്. അല്ലെങ്കിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഓരോ ദിവസത്തെ ചിലവിന് വേണ്ടി, ഒരു മാസത്തെ ചിലവിന് വേണ്ടി ഇത്ര രൂപ അവിടെ കൊടുക്കാം ജയിലിൽ. അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വേണമെങ്കിൽ 1 രൂപ 2 രൂപ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ വിളിക്കാൻ വേണ്ടി നമ്പർ നേരത്തെ അവിടെ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്പർ അറിയുന്ന നമ്പറിൽ വിളിച്ച് കണക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും ഇതെല്ലാം തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പൾസർ സുനി ഈ സാധനം എഴുതിയത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ദിലീപിന് മാത്രം കിട്ടാനോ രഹസ്യമായി എഴുതിയ സാധനമാണെങ്കിൽ അവിടെ വരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ അടുത്ത് വളരെ രഹസ്യമായി പറഞ്ഞു വിടുക മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു തെളിവ് ഉണ്ടാവണം. ഇങ്ങനെ ഒരു തെളിവ് ദിലീപ് തമ്മിൽ കണക്ഷൻ ഉണ്ടാകും. ദിലീപേട്ടാ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ കത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ദിലീപ് പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവ് ഉണ്ടാവുള്ളൂ. അതിന്റെ പുറത്തല്ലേ ആ സാധനം എഴുതിയത്. അപ്പം ഇതെല്ലാം തന്നെ എന്ന് പറയുന്നത്. പിന്നെ ദിലീപിനെ വിവിധ ഘട്ടങ്ങളിൽ പൾസർ സുനി കണ്ടെന്നാണ്. ഒന്ന് മുകേഷിന്റെ ഡ്രൈവറായിരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മറ്റ് ചിത്രത്തിന്റെ സെറ്റിൽ കാണേണ്ടതായിട്ട് വരുന്ന ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. ഇപ്പം മമ്മൂട്ടിയുടെ ഡ്രൈവർ, ലാലേട്ടൻ്റെ ഡ്രൈവർ, ഇവരൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ നമ്മളൊക്കെ പോയി സംസാരിക്കാറുണ്ട്. എവിടെയാണ് അടുത്ത ഷൂട്ട്, എവിടെയാണ്, അതായത് അതൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മാത്രമല്ല ഇവനൊരു ക്രിമിനൽ ആയതുകൊണ്ട് ഇവന്റെ മനസ്സിൽ കൃത്യമായി ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ഇന്റൻഷൻ കൂടിയുണ്ട്. ആ ഇന്റൻഷൻ മുകേഷിന്റെ ഡ്രൈവർ എന്നതിന്റെ അപ്പുറത്തായിട്ട് അവർ ഒരു ഓവർ ഫ്രീഡം അതിനകത്ത് എടുത്ത് ഇടപെട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് അവന്റെ ഇന്റൻഷൻ ആയിരുന്നല്ലോ മോശം. പൾസർ സുനി ആദ്യമായിട്ടല്ലല്ലോ ഒരു കേസിൻ്റെ അകത്ത് പ്രതിയാകുന്നത്. പൾസർ സുനി നിരവധി കേസുകൾ പ്രതിയായിരിക്കുന്ന ഘട്ടത്തിലല്ലേ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നത്. അപ്പൊ ഒരു പ്രതിയായ വ്യക്തിനെ ഡ്രൈവറാക്കി വെച്ചാൽ മുകേഷിനെതിരെ എന്തുകൊണ്ടാണ് ഇവരാരും സംസാരിക്കാത്തത്?
എന്തുകൊണ്ട് സംസാരിക്കാത്തത്? അതെ. അപ്പൊ മുകേഷിനെയും വിലക്കണ്ട, മുകേഷിന് ഇറങ്ങുന്ന എല്ലാ പടങ്ങളും ഇനി കാണില്ല, മുകേഷിന് വോട്ട് ചെയ്യില്ല എന്നൊക്കെ തീരുമാനം എടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പൾസർ സുനിയെ എന്ന് പറയുന്ന ക്രിമിനൽ ഡ്രൈവറിനെ കൊണ്ട് നടന്നിട്ടുള്ള മുകേഷ്, ആ മുകേഷാണ് ഈ പറയുന്ന ദിലീപുമായി ഗൂഢാലോചന നടത്തുന്നതിന് ഒരു ഘടകമായി മാറിയത്. അപ്പൊ മുകേഷിന് വിലക്കണ്ടേ? അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് കൃത്യമായ ആക്രമണങ്ങളാണ്. ഞാൻ പറയുന്നത് രാമലീലയെക്കാളും വലിയ വിജയം ബബ്ബ അടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിസംബർ 18 ഞാൻ എന്തായാലും കാണുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു 10 പേർക്കെങ്കിലും ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുക്കും, ഇത് കാണാൻ വേണ്ടി പറഞ്ഞ്. വേറെ ഒന്നും കൊണ്ടല്ല, ദിലീപിനോടുള്ള അമിതമായ സ്നേഹമൊന്നുമില്ല എനിക്ക്. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി, ദിലീപിന്റെ അഭിനയത്തിനോട് അത്ര വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല. ദിലീപിന്റെ ചില പടങ്ങളൊക്കെ കണ്ട് ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ CID മൂസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ചിരിക്കാറുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് രാമലീലയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ദിലീപിനെ എനിക്ക് എൻ്റെ ഹാർഡ് കോർ ഫാനൊന്നുമല്ല. ഞാനൊരു ലാലേട്ട ഫാൻ ആയിരുന്നു, അല്ലാതെ ദിലീപിനോടുള്ള എനിക്ക് വലിയ ഫാൻ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന ഈ കടന്നാക്രമണം കാണുന്ന സമയത്ത്, വേട്ടയാടൽ കാണുന്ന സമയത്ത്, ആ വേട്ടയാടപ്പെടുന്ന ആ ഇരയാകുന്ന വ്യക്തിക്ക് ഒരു ഐക്യദാർഢ്യം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ദിലീപിന്റെ പടം എന്തായാലും കാണും. മോഹൻലാൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ദിലീപ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ പടം കാണുന്നത്.